എന്നെ ഇത്ര മക്കളുടെ മുമ്പിനെ കൊണ്ടുവന്ന് ചേർച്ചത് ശശി സാറാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ഇന്ന് പയ്യാനൂരിനെ എന്നെ വിളിച്ച് കയറ്റി ഈ സ്റ്റേജിനെ പാടാനോ ചിരിക്കാനോ കളിക്കാനോ വെച്ചത് നമ്മുടെ സാർമാർകളാണ്. അതിനെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കും കൂടി എന്നെ വിളിച്ച് കയറ്റി ഇന്ന് ഈ സ്റ്റേജിനെ എനിക്കൊരു പരിപാടി തന്ന് നിങ്ങളെ കാണാൻ വെച്ചത് എനിക്ക് ഇഷ്ടമാണ്. എല്ലാ സാറുമാർക്കും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കും ചിരികൾ വലിയവർ ചെറിയവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു നന്ദി നമസ്കാരമാണ്. അപ്പൊ നമ്മൾ ഇനി ഒരു പാട്ടിനെ പോകാം. നമ്മള് അയ്യപ്പ കോശിനെ പാടിയ പാട്ട് നിങ്ങൾക്ക് ഏത് പാട്ട് പോകണം അതിന് നിങ്ങൾ തന്നെ പറയണം. അപ്പ മാത്രം തന്നെ ഞാൻ പാട്ട് എടുക്കും. കളക്കത്തെ സന്ദനം വരെ വേണോ? അപ്പൊ നമുക്ക് എടുക്കാം അല്ലേ? എല്ലാ മക്കൾ സന്തോഷായിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ തരാം കേട്ടോ. കളക്കാത്ത സന്ദനമേര പുതുരുക്കോ പൂപ്പനിക്ക പോകില മൊമി മേനാത്തെ പക്കിലമോ നാനാതെ നാനെ 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 നാനാനെ നാനെ 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 കക്കാത്ത സദനമേര പൂപ്പനിക്ക പോകില മൊമി മേനാത്തെ പക്കിലമോ ഇല്ലേ വീണ്ടും വരാൻ നേരം കേട്ടോ. കുറച്ചു നേരം ഇരുന്നിട്ട് വരാ. പരിപാടി വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. അമ്മേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം മലയാളികളുടെ എല്ലാം ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയ അമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ടും ഒപ്പം തന്നെ കൂടെ തന്നെ ചേർന്ന് നല്ലൊരു കൈയ്യടി കൊണ്ട് നൽകി. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വിളിക്കാൻ വേണ്ടി പോകുന്ന മറ്റൊരു താരം ആരായിരിക്കും? നാടൻപാട്ട് എന്ന കലയ്ക്ക് ഒരുപാട് സംഭാവന നൽകി കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമിയുടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൊണ്ട് ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമിയുടെ കൗൺസിൽ അംഗം ഒരുപാട് വേദികളിൽ തന്റേതായ പാട്ടുകൾ സമർപ്പിക്കുകയും ഇത്രയും എനർജറ്റിക്കായി നാടൻപാട്ട് എന്ന കലയ്ക്ക് പാട്ടുകാരി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം അതാരായിരിക്കും? നിങ്ങളുടെ സ്വന്തം വേദിയിലേക്ക് എത്തുന്നു പ്രസീത ചാലക്കുടി. എന്തായാലും നമ്മൾ നേരെ ചാലക്കുടിയിൽ നിന്ന് പയ്യന്നൂർ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും എങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഞാൻ ചോദിച്ചു, ഇത് കടലാണോ ഇത് പുഴയാണോ? അതെ, മണൽ തരികൾ വിരിച്ച പോലെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നേക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം അമ്മയുടെ നടയിൽ പാടാൻ ആഗ്രഹിക്കാത്ത ഒരു കലാകാരന്മാരും ഇല്ല. എത്രയോ വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഞങ്ങളെയൊക്കെ നിങ്ങൾ വിളിച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ പാടാനുള്ള സമയമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരുപാട് നന്ദി. കൺവീനർ, അമ്പല കമ്മിറ്റി കൺവീനർ, ചെയർമാൻ അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ,
ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു. പാട്ടിലേക്ക് പോകട്ടെ. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് പാട്ടിലേക്ക് പോകാം. പ്രസീനെ കുറിച്ചുള്ള ഒരു പരാതിയാണ്, നാട്ടിൽ അങ്ങോട്ട് കണ്ടു കിട്ടുന്നേയില്ല. എന്തായിരിക്കും കാര്യം? പിന്നെ എവിടെയാന്ന് പറയും, മൊത്തം പുറത്താണ്, ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട്. ഞാൻ ഗാനമേള രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായി പാടുന്നത് കണ്ണൂര് പയ്യന്നൂർ ഭാഗത്താണ്. പയ്യന്നൂർക്കാർ തന്നെയാണ് എന്നെ ഇങ്ങനെ തള്ളി വിട്ടത്. അപ്പോൾ അങ്ങനെ പോകില്ല. മറ്റേ മനുഷ്യനും പറയണ മാതിരി മൂട്ടിൽ തീ പിടിച്ച പോവാത്ത റോക്കറ്റ് ഉണ്ടാവും, അതുപോലെയുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തമ്പുരാന്റെ അനുഗ്രഹം നിങ്ങളുടെ അനുഗ്രഹം മാത്രമാണ്. താങ്ക് യു. പാട്ടിലേക്ക് പോകട്ടെ. ആയിക്കോട്ടെ. എന്നെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയ തമ്പാട്ടനും സുബാഷാക്കുള്ള നന്ദി കൂടി ഞാൻ വിട്ടുപോകാൻ പാടില്ല. അവരെ ഓർക്കാണ്ട് എനിക്ക് വേദി തുടങ്ങാൻ പറ്റില്ല. പാട്ടിലേക്ക് പോകാം. ഈ കൂട്ടത്തിലെ ആ സുന്ദരികളെ മാത്രം ഒന്ന് കൈപ്പറ്റിയ സുന്ദരികൾ മാത്രം. സുന്ദരികള് അയ്യോ, ഞാൻ ഇന്ന് കാലത്ത് കണ്ണാടി നോക്കിയപ്പോ ഞാൻ സുന്ദരിയായിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് കൈപ്പൊക്കിയെ. കണ്ട കൈകളുടെ എണ്ണം കൂടുന്നാണ്ട. സുന്ദരികൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പാട്ട്. കൈ പൊക്കിയവർക്കും പൊക്കാത്തവർക്കും വേണ്ടിയിട്ട്. ബാലറ്റൻ മോളിലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്ദ്രാണ്ടി. ഈ പാട്ട് ആര് തന്നതാ നമുക്ക്? മനുഷ്യനെ ഇഷ്ടമുള്ളവരെന്ന് കൈയടിച്ചു കൂടി പാട്ടിലേക്ക് ബാലറ്റൻ മോളിലേടി.
എവിടുന്ന് വിടുന്നത്? അവൾ ഡാൻസ് കളിക്കുന്ന കുറെ പിള്ളേരുണ്ടെന്ന് തോന്നണം. അവർക്ക് ഡാൻസ് കളിക്കാൻ ഒരു പാട്ടിലേക്ക് പോയാലോ? സെറ്റല്ലേ? ഈ പെൺകുട്ടികൾ വാമല്ലേ? സെറ്റല്ലേ മക്കളെ? ഈ സൈഡ് ഓക്കെ അല്ലേ? ഒന്ന് എഴുന്നേറ്റ് കളിക്കണം കേട്ടാ. ആ കസേര നിങ്ങൾക്ക് ഇന്ന് തരാം. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോണ്ടാട്ടാ. അവിടെ ഇട്ട് പൊക്കോളോ. ഒരു കിണ്ണകാച്ചി സ്പീഡ് പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഞാനും എൻ്റെ അളിയനും കൂടി എന്നുള്ളൊരു കിട്ടു പാട്ട്. എന്തിനാ കൂടുതല് ഇതുപോലെ ഒരു 4 പ്രൊഡക്ഷൻ പോലെയാണ് നമ്മുടെ പരിപാടി വിജയിക്കാൻ കലക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവരോടും കൂടി ഒരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. എല്ലാവരും ചേർന്നത് ആ 2 കൈകളും ഒന്ന് പൊക്കിപ്പിടിക്കും. നമുക്ക് അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. എല്ലാരും അയ്യോ കൈ വീട്ടിൽ വെച്ച് വന്നവരൊന്ന് പൊക്കണ്ടാട്ടാ. കൂടെ കൊണ്ടുവന്നവരൊക്കെ ഒന്ന് കൈ പൊക്കി പിടിച്ചേ. ഓക്കെ സെറ്റ്. ഓക്കെ ജിത്തെ പോയാലോ? കുറച്ച് സ്പീഡിൽ പോയാലോ? ശിവ കുറച്ച് സ്പീഡായിട്ട് വെച്ചോ. 1 2 1 2 3
Thank you so much. 2016 മാർച്ച് 6-ാം തീയതി മലയാള ചലച്ചിത്ര ലോകവേദിക്ക് ഒരു തീര ദുഃഖം നൽകിക്കൊണ്ട് തെന്നിന്റെ നിരവധി വില്ലൻ വേഷങ്ങളെ കഥാപാത്രങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അപ്രപാളിലേക്ക് മറങ്ങിപ്പോയ മലയാളത്തിന്റെ മഹാനടൻ നാടൻപാട്ടിന്റെ രാജകുമാരൻ ആരായിരുന്നു? ശ്രീ കലാഭവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന ചോദ്യത്തിനെ പ്രസക്തി മണിച്ചേട്ടന്റെ ആരാധന നല്ലൊരു കൈഡി കൊണ്ട് വന്നേ. ഇനി മണിച്ചേട്ടൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഞങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വേഗം കൊണ്ട് എടുക്കുക, ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇടതും വലതും ഭാഗത്തുള്ള പ്രിയപ്പെട്ട എല്ലാവരും കണക്ട് ചെയ്യും. പുറകിൽ ഒരുപാട് പേർ ചാൻസ് ഡാൻസ് ചെയ്യുന്നു. ഈ പാട്ടിനെ കൂടെ ഷെയ്ക്ക് ചെയ്യോ?
Are you ready? Yes. Providing invite you know, Mr. Vivinad and Prasida Chalagudi and with course. Please welcome all the singers on the stage. Sure. മണിച്ചേട്ടനെ സ്നേഹാദരവ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇനി മറ്റൊന്നുമില്ല. കുറച്ച് സ്നേഹവും ഇതുപോലെയുള്ള മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയിട്ടുള്ള ഒരു സ്നേഹം മാത്രമാണ് മേളിൽ നിൽക്കുന്ന മിന്നാമിന്നിയായിട്ട് നമ്മൾ കാണിക്കുന്ന ഓരോ സ്നേഹം അദ്ദേഹം കാണുന്നുണ്ടാവും. ഞങ്ങളെപ്പോലെ വരുന്ന 4000-ഓളം നാടൻപാട്ടുകാർ ഇന്ന് അന്നമുട്ടാതെ പാട്ടുപാടി ജീവിക്കുന്നതിന് കാരണക്കാരനായ മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും പാട്ടുകളിലേക്ക് പോവുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ അമ്മയുടെ നടയിലെ പരിപാടി കാണാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കയ്യിലുള്ള മൊബൈൽ ഫോണുകളൊന്ന് പൊക്കി പിടിച്ച് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ടോർച്ച് ഓണാക്കി ഞങ്ങൾക്ക് നേരെ ഒന്ന് വീശി തന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പാടുന്നവർക്ക് വലിയൊരു ഉത്തേജനമാവും. മണിച്ചേട്ടന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഓർമ്മ കൂടിയാവും അത്. ദയവ് ചെയ്ത് യാതൊരു മടിയും കാണിക്കാതെ എല്ലാവരും ചേർന്ന് പോരട്ടെ ഓരോ മൊബൈലുകളായിട്ട് നിങ്ങൾ പൊട്ടി പോരട്ടെ. പാട്ടിലേക്ക് പോകാൻ നമുക്ക് പോകാം. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം തടയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം തടയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു വെട്ടം മിന്നാമിനുങ്ങേ മിന്നുമിനുങ്ങേ. എങ്ങോട്ടാണ് തിരുത്തും നീടയിൽ ചെല്ലേ തേടിയാവില്ലേ. കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ ഉന്നാര പാട്ടുനി പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. എങ്ങോട്ടാണ് ഈ തിരുത്തം നീ തനിച്ചല്ലേ നേടിയാകില്ലേ. കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. താങ്ക് യു. മണിച്ചേട്ടൻ തന്നിട്ടുള്ള കുറെ പാട്ടുകൾ ചേർത്ത് ഒരു ചെയിൻ സോങ് കൂടി ഞങ്ങൾ പാടാൻ പോവുകയാണ്. മണിച്ചേട്ടന് ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് ഡാൻസ് കളിച്ച് പോടാം. പൂർണ്ണ പാട്ടിലേക്ക് മണിച്ചേട്ടന് കുറെ പാട്ടുകൾ ചേർത്ത് കൊണ്ടുള്ള ഒരു ചെയിൻ സോങ്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ എന്റെ പുന്നാരേ എന്റെ ബ്രസീലേ.
ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ഒരു കൈ തന്നെ. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ വണ്ടി ഓട്ടിയ ദൈവമാണോ വണ്ടി.
ഹലോ, ഇന്ന് കാണാൻ വന്നതിലെ നമ്മുടെ ബസ്സിൽ കാണും. അതിനെ കാണാൻ വരുന്നതാണ് ഞാൻ സ്റ്റേജിൽ കേട്ടോ. വീണ്ടും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പാട്ടുക്ക് വരുന്നത് വന്ന് നിങ്ങളെയും കണ്ടു ബസിക്കാനെയും കണ്ടു. പാടട്ടെ അമ്മ എന്നടുത്ത് പറയാണ്, അമ്മയുടെ കൂടെ എന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പാട്ടാണ്. അപ്പൊ മക്കൾ എല്ലാവരും ഡാൻസ് ചെയ്യാൻ റെഡിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാടട്ടെ. ഓക്കെ. കണ്ട് അവർ മനമുകുന്നു. അവർ കളിക്കണ കുട്ടികളുടെ പാട്ടാണ് അയ്യപ്പൻ കോശിനെ പാടിക്കൊടുത്ത പാട്ട്. ഇന്ന് ലോകത്തിനെ മൊത്തം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പാട്ട് അതാണ്. അപ്പൊ എല്ലാ മക്കൾ അങ്ങനെ ആടണം പാടണം എല്ലാവരും സൗകര്യമായിട്ട് നെതാഞ്ഞ് കിട്ടാൻ പോയി വന്നു കേട്ടോ. ഇനി ഓരോ പാട്ട് നമ്മുടെ രാജാക്കന്മാർക്ക് പാടുന്ന ഒരു പാട്ടാണ്. ആനെ വരദ പരഗടി ഗൊഞ്ചാലി വരദ പരഗടി ആനെ മേരെ നമാമേ ദിയാരി വരദ പരഗടി തന്നനെ നന്നനെ 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 തന്നനെ നന്നനെ നന്നനെ തന്നനെ നന്നനെ 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 ഉനി വരദ പരഗടി ഗൊഞ്ച
യു സോ മച്ച് അമ്മ. അമ്മ വളരെ മനോഹരമായി നമുക്ക് 2 പാട്ട് കണ്ടിന്യൂസ് ആയി പാടി തരികയാണ്. അമ്മയ്ക്ക് ചേർന്ന് കോറത്തിന് നല്ല സ്നേഹം കൊടുക്കുമോ? പോകാൻ പോകുന്ന പാട്ട് എന്നൊക്കെ പറയുന്നത് 2022 കാലഘട്ടം നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാജി കൈലാസ്, അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാർ, അദ്ദേഹത്തിന്റെ മികച്ച ശ്രദ്ധേയമായ ചിത്രമായിരുന്നു കടുവ എന്ന ചിത്രം. ആ ചിത്രം വേണ്ടി ചിത്രപ്പെടുത്തിയ ജെയ്ക്സ് തോമസ് എന്ന പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ സംഗീതമൊരുക്കി അതുൽ നാറുകർ എന്ന പ്രിയപ്പെട്ട പാട്ടുകാരൻ ആലപിച്ച പാട്ടായിരുന്നു. ചില വേദിയിലൊക്കെ ഈ പാട്ട് അങ്ങോട്ട് പറയുമ്പോൾ നേരെ തിരിച്ചു കൊണ്ടുവരും. ഏതായിരുന്നു? പാലാപ്പള്ളിക്ക് നമ്മൾ കളിക്കാൻ റെഡിയല്ലേ? വേദിയിലേക്ക് വായിക്കുന്നതിന് ക്ഷമിക്കുന്ന കുഞ്ഞുമായി and Haris Magran and with course please welcome our visitors on the stage. Sit down. Awo damano, awo damano, awo damano, awo damano.
സരി
രാത്രി പുത്തിരി നല്ല നിലാത്തിരി എങ്കി വിളങ്ങുന്ന രാത്രി പിത്തിരി കാത്തല കണ്ണുകൾ ഒന്നും മാറുന്ന മോളാണ് രാത്രി പുത്തിരി നല്ല നിലാത്തിരി എങ്കി വിളങ്ങുന്ന രാത്രി പിത്തിരി കാത്തല കണ്ണുകൾ ഒന്നും മാറുന്ന വേദിയിലേക്ക് വിളിക്കാൻ വേണ്ടി പോകുന്നു എനർജറ്റിക്കായ പ്രിയപ്പെട്ട പാട്ടുകാരി പ്രസീത ചാലക്കുടി ഓൺ ദ സ്റ്റേജ്. കാസർഗോഡ് ജില്ലയുടെ ഓണുള്ളേര് മാണിനഗർ എന്നുള്ള പാട്ടാണ് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്. ഇവിടെയുള്ള കൊച്ചു കുട്ടികളും ഡാൻസേഴ്സ് ആയിട്ടുള്ള ടീനേജ് പിള്ളേര് അവിടെ ആ കൺസോളിന്റെ അടുത്ത് നിൽക്കുന്ന യോ ബ്രോസ് എല്ലാവർക്കും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ്